അപ്പോഴും കരയാത്ത സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞൊരു സന്ദർഭമുണ്ട്. അതെപ്പോഴാ? അത് ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ കരഞ്ഞു. ഞാൻ രാഷ്ട്രീയം പറയുകയില്ല, പക്ഷെ ചില സത്യങ്ങളെ മറച്ചേക്കാൻ കഴിയില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തന്ന് പാണക്കാട്ടെ കൊടപ്പനക്കൽ വീട്ടിൽ വലിയുള്ളായി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും സി.എച്ച്. മുഹമ്മദ് കോയ സാഹിബിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളും ഒരുപോലെ പറഞ്ഞുകൊണ്ട് ഇനി കുതറിമാറുന്നത് ശരിയല്ല, അത് അനുസരണക്കേടാണെന്ന് മനസ്സിലാക്കിയ 40-കാരനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അത് ഏറ്റെടുത്തിട്ട് പിന്നീട് അതിന്റെ പേരില് പുഞ്ചിരിച്ചില്ല. നേരെ വീട്ടിൽ ചെന്നിട്ട് റൂമിലേക്ക് കടന്നുകൊണ്ട് കഥ കടച്ചുകൊണ്ട് കൊച്ചുകുട്ടിയെ പോലെ പൊട്ടി പൊട്ടി കരയുകയാ. എന്തിനു വേണ്ടിയാണ് ഈ കരയുന്നത്? പ്രസിഡന്റ് സ്ഥാനം തന്റെ പെരടയിൽ വന്നതിന്റെ പേരില്. അത് എന്തിനാ കരഞ്ഞത്? ഒരു സ്ഥാനം വഹിക്കുന്ന മനുഷ്യന്മാര് ഖൽബിന്റെ ഉള്ളിൽ തികച്ച ഈമാനോ വിലായത്തിന്റെ മർത്തബയിലുമാണെങ്കിൽ തന്റെ സ്ഥാനം ഒരു പോറലുമില്ലാതെ മാന്യമായി നിഷ്കളങ്കമായി നീതിയോടെ പുലർത്തിയിട്ട് പൂർത്തീകരിക്കണം എന്ന വിഷയത്തിൽ ആത്മാർത്ഥതയുള്ള ഏത് മനുഷ്യൻ ലോക ചരിത്രത്തിലുണ്ടോ? അവരുടെയൊക്കെ കയ്യിൽ അധികാരം കിട്ടുമ്പോ, സ്ഥാനങ്ങൾ വരുമ്പോ അവർ പൊട്ടി പൊട്ടി കരഞ്ഞതാണ് ചരിത്രമുള്ളത്. ഒന്നാമത്തെ ആള് ആരാ? ലോകത്തിന്റെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുന്നൂറിന്റെ മുകളിൽ നിന്ന് നബുവത്തിന്റെ ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുത്തപ്പോ ജിബ്രീലിനെ കണ്ടിട്ട് മാത്രമല്ല പേടിച്ചത്, റസൂലുള്ള പേടിക്കാനുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട കാരണോ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കൂടിയാണ്. റസൂലുള്ളാന്റെ കാലശേഷം സയ്യിദുൽ ഔലിയായ അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞില്ല. സിദ്ദീഖുൽ അക്ബറിന്റെ സ്ഥാനശേഷം ഖിലാഫത്ത് കിട്ടിയ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് കരഞ്ഞില്ല. ഉമർ ബിൻ ഖത്താബിന്റെ കാലശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ കരഞ്ഞില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലശേഷം അലിയാർ കരഞ്ഞില്ല. പിന്നീട് കരഞ്ഞ എത്രയെത്ര മഹാന്മാരാ. അതിൽപ്പെട്ട പ്രിയപ്പെട്ട മഹാനല്ലേ, മഹാനായ ചരിത്ര പുരുഷനല്ലേ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് സ്ഥാനം കയ്യിൽ കിട്ടിയപ്പോൾ കരഞ്ഞവനാ. ആത്മീയമായ വെളിച്ചത്തിന്റെ താവഴയിലുള്ള പേരക്കുട്ടിയല്ലേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം കിട്ടിയപ്പോ പാണക്കാട്ടെ കൊടപ്പനക്കല് അടക്കപ്പെട്ട റൂമിൽ നിന്ന് ഈ ഏങ്ങലടി കേൾക്കുകയാ. അത് മറ്റാരുമല്ല, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാ. എനിക്കിത് വഹിക്കാൻ കഴിയുമോ? ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ? റബ്ബേ, ഉമ്മത്ത് എന്റെ കയ്യിൽ തന്നിട്ടുള്ള ഈ സ്ഥാനം നിന്റെ പൊരുത്തത്തിലായി അവസാനിപ്പിക്കാൻ കഴിയുമോ? അതിന് കരുത്തുതാ അല്ലാഹ്.